ഹായ്! ഇപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാല് ടൂത്ത് പേസ്റ്റ് കവർ ഉണ്ടല്ലോ, വെറുതെ കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പത്തൊന്ന് കത്തിച്ച് വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു പേസ്റ്റ് ഫുൾ അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും. അവിടെ ഇറങ്ങി കിട്ടും, നല്ല പാല് പോലെ ഇരിക്കും കേട്ടോ. അതിനകത്തുള്ള പേസ്റ്റ് ഫുൾ അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനമാണ്. നമ്മുടെ കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീനാക്കാൻ ഇത്രയും മാത്രം മതി, ഒരു സൊല്യൂഷൻ മാത്രം മതി. അതുപോലെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ കവറിന് ഇത്രമാത്രം വെള്ളം മതി, ഒരു 2-3 ഗ്ലാസ് വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇറങ്ങി അതിനകത്ത് കിട്ടിയിട്ടുണ്ടേ കണ്ടോ. ഇനി നമുക്കതിൻ്റെ ആ കവറിൻ്റെ വേസ്റ്റെല്ലാം എടുത്ത് കളയാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു സൊല്യൂഷനിൽ നമുക്ക് കുപ്പിക്കകത്താക്കി സൂക്ഷിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു സ്വല്പം ഉജാല ചേർത്ത് കൊടുക്കുന്നത്, കാരണം തുണിയൊക്കെ നമ്മൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉജാല ചേർത്ത് കൊടുക്കത്തില്ല. അതുപോലെ നമുക്ക് പാത്രങ്ങളാണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും കുപ്പിയുടെ ഗ്ലാസ്സുകൾ എല്ലാം നല്ല വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ തുള്ളി നമുക്ക് ഉജാലയും കൂടെ ഇതിനകത്തോട്ട് ഇറ്റിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ ഇതിനകത്ത് വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മാത്രം മതി. അതല്ലെങ്കിൽ ഇതിൽ നിന്നൊരു സ്വല്പം ആ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ബ്രഷോ ഒന്നും തന്നെ വേണ്ട. പ്രത്യേകിച്ച് സോപ്പൊക്കെ തൊടുന്നവർക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തേച്ച് കഴുകിയെടുക്കാവുന്നതാണ്. ഒരുപാട് പാത്രങ്ങൾ നമ്മൾ ബേസിനിട്ടതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് വരെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഗ്ലാസ്സൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ടോ, ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിപ്പം വീഡിയോ ലെങ്താക്കുന്നില്ല. ഇതേപോലെ തന്നെ കുപ്പിയുടെ പ്ലേറ്റ്, അതേപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് പാത്രങ്ങൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ജസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് പാത്രങ്ങളൊക്കെ നമുക്ക് തേച്ചിടുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ അതിൻ്റെ പുറത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് തേച്ചെടുക്കുമ്പോഴത്തേന് ഉണ്ടോ പെട്ടെന്ന് തന്നെ എൻ്റെ കറ ഇതെല്ലാം പോയിട്ട് കിട്ടും. അത്ര നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കുപ്പിയുടെ ചെവിട് മുറിച്ച ഒരു കുപ്പിയുണ്ട്, അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തൊക്കെ ഒഴിക്കുന്നതിന്, അതുപോലെ കുപ്പികളിലൊക്കെ ഒഴിക്കുന്നതിന് ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് ഒഴിച്ചതിന് ശേഷം ഒഴിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഉണ്ടോ ഇതേപോലെ നമുക്ക് ഒട്ടും പുറത്തോട്ടൊന്നും പോകാതെ തന്നെ നമുക്ക് കൊച്ചു കുപ്പിയിലാണെങ്കിലും ഒഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഉണ്ടോ ഇതിപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു തുണിയോ സ്പോഞ്ചോ വെച്ചൊന്ന് തുടച്ചാൽ മാത്രം മതി, ക്ലീനായിട്ട് കിട്ടും. കാരണം ഗ്യാസ് അടുപ്പ് നമ്മൾ എന്നും ഉപയോഗിക്കുന്നതല്ല, അതിൻ്റെ പുറത്തുള്ള എണ്ണമയവും മെഴുക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും വെട്ടിത്തിളങ്ങുന്നതിന് വേണ്ടിയിട്ടും ഇതൊന്ന് ഒഴിച്ചാൽ മാത്രം മതി. നല്ല മങ്ങിയ സിങ്കാണ്. അപ്പോൾ അതിനകത്തോട്ട് ഒഴിക്കുന്നത്, കാരണം ഈ ഒരു സൊല്യൂഷൻ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പോലും അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ പാറ്റകൾ എല്ലാം നശിച്ചു പോകും കേട്ടോ. കറയെല്ലാം പോയി കിട്ടും കേട്ടോ. തേച്ച് എഴുതാനൊന്നും നിൽക്കേണ്ട. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൊല്യൂഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഡിഷ് വാഷും കാര്യങ്ങളൊക്കെ പെടുന്നവർക്ക്, അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. തേച്ച് എഴുതുകയാണെങ്കിൽ തേച്ച് എഴുതേണ്ട, ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ആ ഒരു സ്മെല്ല്, അതല്ലെങ്കിൽ ഈച്ച പ്രാണികളൊക്കെ വന്നിരിക്കുമല്ലോ, അപ്പോൾ അതൊന്നും വരില്ല. നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുകയാണെങ്കിലും, അതുപോലെ ഞാൻ പറഞ്ഞ കണക്ക് ക്ലോറിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി, ഉരച്ച് ഇടുകയാണെന്ന് നിൽക്കേണ്ട. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കറ, പിടിച്ചിരിക്കുന്ന കറ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മുടെ പാത്രത്തിലാണെങ്കിലും ക്ലോസിലേക്ക് കറ ഇളക്കും പെട്ടെന്ന്. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ കുറച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് തുടച്ച് കൊടുക്കുക.